إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും അവൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ ജീവിത കാലയളവ് അവസാനിക്കുന്നതിന് മുമ്പായി ഭംഗിയായി നിർവഹിച്ച് തൃപ്തികരമായ ഒരു ജീവിതവുമായി അല്ലാഹുവിനെ കാണുക, കാണാൻ പാകത്തിൽ നമ്മൾ ജീവിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ ജീവിതം ഇസ്ലാമികമായി ഈമാനിന്റെ അടിസ്ഥാനത്തിലും മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ഒരു കാര്യമായി ഖുർആൻ പറയുന്നത് അല്ലാഹുവിന് നമ്മളെ സ്വയം സമർപ്പിക്കുക എന്നതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഇസ്ലാം എന്ന വാക്ക് ഇസ്ലാമിന്റെ ഏറ്റവും ലളിതമായ അർത്ഥമാണ് അല്ലാഹുവിന് സമർപ്പിക്കുക എന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമ്മളുടെ കഴിവോ സാമർഥ്യമോ കൊണ്ടല്ല കിട്ടിയത്. അല്ലാഹു തന്നെയാണ് അതെല്ലാം നമുക്ക് കനിഞ്ഞരുളിയത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ ആദ്യമായും പ്രധാനമായും കടപ്പെട്ടിരിക്കുന്നത് അവനോട് തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന ഈ ആശയത്തിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പല സന്ദർഭങ്ങളിലും ഖുർആൻ ആ ആശയത്തെ ഒരു വിശ്വാസം അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വിശ്വാസത്തിന്റെ ഒരു ഭാഗം, ഏതാനും ഇബാദത്തുകൾ അടങ്ങുന്ന കാര്യങ്ങൾ എന്നതിനേക്കാളൊക്കെ അധികമായിട്ട് എല്ലാ സന്ദർഭത്തിലും നമ്മളെ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് സമർപ്പിക്കുക എന്ന ആശയമാണ് ഇസ്ലാമിലൂടെ നമ്മളെ അവൻ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരിക്കൽ അല്ലാഹു പറഞ്ഞ കാര്യം അങ്ങനെയാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. റബ്ബ് അല്ലാഹു അദ്ദേഹത്തോട് അസ്ലിം എന്ന് പറഞ്ഞു. ഇസ്ലാം ആവുക എന്നേ അതിന്റെ മലയാളത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ആശയം വെച്ച് അല്ലാഹുവിന് എല്ലാ അർത്ഥത്തിലും നിന്നെ അർപ്പിക്കുക എന്നതാണ് അല്ലാഹു അതുകൊണ്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള വിചാരങ്ങൾ, വികാരങ്ങൾ, മറ്റു നിയ്യത്തുകൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന വിവിധ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം ആത്യന്തികമായി അല്ലാഹുവിന് സമർപ്പിക്കാൻ പാകത്തിലാണെങ്കിൽ അത് ഒരു രൂപത്തിലും ചീത്തയാവുകയില്ല, മോശമാവുകയില്ല, വഴിതെറ്റി പോവുകയില്ല. നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് കാണിക്കയർപ്പിക്കാൻ
ഒരു ഗിഫ്റ്റ് കൊടുക്കുവാൻ പോവുകയാണെങ്കിൽ വളരെ മുന്തിയ വില കൂടിയ ഒരു വസ്തുവായിരിക്കും അത്. ഒരു രൂപത്തിലും ഒരു പോറലേൽക്കാതിരിക്കാൻ പത്തിൽ അത് പാക്ക് ചെയ്തിരിക്കും. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടെയായിരിക്കും അയാൾക്ക് അത് കൊടുക്കുക, സമർപ്പിക്കുക. കാരണം അത് നമ്മുടെ മനസ്സിനെ അദ്ദേഹത്തിന് പറിച്ചു കൊടുക്കുന്നതിന് പകരമാണ്. അദ്ദേഹത്തോട് നമുക്കുള്ള ആദരവും സ്നേഹവും ബഹുമാനവും ഒക്കെ ആ സമ്മാനപ്പൊതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അതിനേക്കാളും വലിയ ഒരു അർത്ഥമാണ് അള്ളാഹുവിന് നമ്മളെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ആ സമർപ്പണത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗ്ഗം പകരം നൽകാം എന്ന വ്യവസ്ഥയിൽ വിശ്വാസികളുടെ ജീവനും സമ്പത്തുമെല്ലാം അല്ലാഹു വാങ്ങിയിരിക്കുന്നു. അല്ലാഹുവും നമ്മളും തമ്മിൽ നടക്കുന്നത് ഒരു വാങ്ങൽ കൊടുക്കൽ പ്രക്രിയയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമ്മളുടെ ജീവൻ, നമ്മളുടെ സ്വത്ത്. അത് നമ്മൾ അല്ലാഹുവിന് കൊടുത്തു എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അത് ആദ്യം നൽകിയത് ആരാണ്? അല്ലാഹു തന്നെയാണ്. അപ്പോൾ അല്ലാഹു നൽകിയത് അവരെ തിരിച്ചേൽപ്പിച്ചു എന്നേ പറയേണ്ടതുള്ളൂ. പക്ഷേ പകരം എന്താണ്? ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗം തിരിച്ചു കിട്ടും എന്ന വ്യവസ്ഥയിൽ. അപ്പോൾ എന്തും എപ്പോഴും നമ്മൾ ചെലവഴിച്ചാൽ പകരം കിട്ടാനിരിക്കുന്നത് സ്വർഗമാണ്. പരലോകത്തുള്ള ഒരു ആനുകൂല്യവും അനുഗ്രഹവുമാണ്. അതോടൊപ്പം ഇവിടെയും അതിന്റെ ഭൗതിക നേട്ടങ്ങൾ അനുഭവിക്കുവാൻ പാകത്തിൽ അല്ലാഹു നമ്മുടെ ജീവിതത്തെ ആക്കിയെടുക്കുകയും ചെയ്യും. പിന്നീട് ഖുർആൻ പറയുന്നത് ഇത് സത്യവിശ്വാസികളുടെ എല്ലാ കാലത്തുമുള്ള ഒരു സമീപനമാണ്, സ്വഭാവമാണ്. മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിൽ തൗറാത്ത്, ഇൻജീൽ ഇവയിലെല്ലാം ഇത് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ദാലിക ഹുവൽ ഫൗസുൽ അദീം, ഇതാണ് മഹത്തായ ഒരു വിജയമായിട്ട് ഒരാൾക്ക് നേടാനുള്ളത് എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ മഹത്തായ വിജയത്തിന് ഒരുപാട് കാര്യങ്ങൾ ചേരുവകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, തഖ്വ ഭയഭക്തിയുണ്ട്, ആരാധനാ കർമ്മങ്ങളുണ്ട്, മറ്റു സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ഉണ്ട്. ഇവയെല്ലാം ചേരുമ്പോഴാണ് അൽ ഫൗസുൽ അദീം, തുല്യതയില്ലാത്ത മഹത്തായ വിജയം നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. ആ മഹത്തായ വിജയത്തിന്റെ വാതിൽ തുറക്കുന്ന സന്ദർഭമാണ് നമ്മൾ അല്ലാഹുവിന് നമ്മളെ സമർപ്പിക്കുക. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫാത്തിഹക്ക് മുമ്പായിട്ട് നമ്മൾ ചിലത് പ്രാർത്ഥിക്കാറുണ്ട്. വജ്ജഹത്തു വജ്ഹിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥന. അവിടെയും നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത് അല്ലാഹുവിന് എല്ലാ രൂപത്തിലും ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആരാധനയിലൂടെ ഉദ്ദേശിക്കേണ്ടത്, നിർവഹിക്കേണ്ടത് ഈ സമർപ്പണമായിരിക്കണം. ആരാധനകൾക്ക് പുറത്തുള്ള സാധാരണ ജീവിതത്തിലും നമ്മിൽ ഉണ്ടാവേണ്ടത് അല്ലാഹുവിനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു ഞാൻ എന്ന തോന്നലും ബോധ്യവുമായിരിക്കണം. ലുക്മാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ ചിലത് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രത്തിന്റെയും ഭാഗമാണ്. അദ്ദേഹം പറയുന്നത് യാ ബുനയ്യ ഇത്തഖിദ് ത്വാഅത്തല്ലാഹി തിജാറത്തൻ, മകനെ നീ അല്ലാഹുവിന് വേണ്ടി ഭക്തി നിർഭരമായി ആരാധനാ നിരതമായി ജീവിക്കുന്നത് ഒരു ബിസിനസ് ആക്കുക, കച്ചവടമാക്കുക. തിജാറ എങ്കിൽ തഗ്തീകൽ അർബാഹു മിൻ ഗൈരി ബിളാഹ, കച്ചവടച്ചരക്ക് വേണ്ടാതെ ഒരു പ്രത്യേകമായ മുടക്ക് മുതലില്ലാതെ
നിനക്ക് ലാഭം വന്നുകൊണ്ടേയിരിക്കും. സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിൽ ലാഭം വേണമെങ്കിൽ അതിന്റെ 10 മടങ്ങ് നമ്മൾ നിക്ഷേപിക്കേണ്ടതുണ്ട്, മുടക്ക് മുതൽ ഇറക്കേണ്ടതുണ്ട്. പക്ഷേ അല്ലാഹുവുമായി നാം നടത്തുന്ന ഈ ബിസിനസ്സിൽ മുടക്ക് മുതലിന്റെ ആവശ്യമേ ഇല്ല. എന്ത് മതി? ത്വാഅത്ത്, ആരാധനാനിരത, ഭക്തി പൂർണമായ ജീവിതം. അതുണ്ടെങ്കിൽ ലാഭം നമ്മൾ അറിയാത്ത വഴിക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നതാണ് അദ്ദേഹം നൽകുന്ന ഒരു നല്ല ഉപദേശം. ഒരാളുടെ മനസ്സിൽ ഈ പറഞ്ഞ നല്ല ഗുണങ്ങളും അല്ലാഹു എന്നോടൊപ്പം ഉണ്ട്, ഞാൻ അവന് എന്നെ എല്ലാ അർത്ഥത്തിലും സമർപ്പിച്ചിരിക്കുന്നു എന്ന ബോധവും ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ കൂടെ അല്ലാഹു ഉണ്ടായിരിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാര്യം പറയുന്നുണ്ട്, ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ. എന്തുണ്ടായാലും എന്ത് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും എന്റെ റബ്ബ് എന്റെ കൂടെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ആപത്ഘട്ടത്തിൽ അത് പറഞ്ഞു, ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മളോടൊപ്പം. അപ്പോൾ ഈ ഒരു മഅിയത്ത്, അല്ലാഹു എന്റെ കൂടെയുണ്ട്, എന്റെ കുടുംബത്തിന്റെ കൂടെയുണ്ട്, എന്റെ കുട്ടികളുടെ കൂടെയുണ്ട് എന്ന് അല്ലാഹു നമ്മളോടൊപ്പം തന്നെയുണ്ട് എന്നതാണ് അല്ലാഹുവിന് നമ്മളെ അങ്ങോട്ട് സമർപ്പിച്ചാൽ ഇങ്ങോട്ട് കിട്ടുന്ന റിസൾട്ട്. യാത്രാവേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന അങ്ങനെയാണ്, അല്ലാഹുമ്മ അൻത സ്വാഹിബു മഅന, അൻത സ്വാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ എന്നാണ്. യാത്ര പോകുന്ന നമ്മളുടെ കൂടെ പടച്ചവൻ വേണം കാര്യങ്ങൾ നോക്കാൻ, നമ്മളുടെ അഭാവത്തിൽ മക്കളെയും കുട്ടികളെയും വീടും നോക്കാൻ അതിനും അല്ലാഹു തന്നെയാണ്. അപ്പൊ എല്ലാത്തിനും ഏത് സന്ദർഭത്തിലും നമുക്ക് വിശ്വസിച്ച് ഉറപ്പിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു ആശ്രയമാണ്, അത്താണിയാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇതിലൂടെ ലഭിക്കുന്നത് എന്നർത്ഥം. ഈ രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തലാണ് ജീവിതത്തിന്റെ വിജയത്തിനും വളരെ ആവശ്യം. മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിന്റെ പരിധിക്ക് പുറത്തു പോയിക്കൊണ്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. എത്ര വേണ്ട എന്ന് വെച്ചാൽ പാടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിലും ആ അതിർവരമ്പൊക്കെ പലപ്പോഴും മനസ്സ് ലംഘിക്കും. അങ്ങനെ ലംഘിച്ചുകൊണ്ട് മനസ്സ് പ്രവർത്തിക്കുമ്പോൾ പല വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി വീഴുകയും ചെയ്യും. അതില്ലാതിരിക്കാൻ നമ്മൾ നിലകൊള്ളുന്ന ചുറ്റുപാടിൽ നമ്മെ തന്നെ പ്രതിരോധിക്കുന്ന ഒരു വേലികെട്ടലാണ് അല്ലാഹുവിന് നമ്മളെ സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ കുടുംബവും മക്കയിൽ ആദ്യമായി താമസമാക്കിയപ്പോൾ ആ സന്ദർഭത്തിൽ കുടുംബത്തെ അവിടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവിടെ വിട്ടേച്ച് അദ്ദേഹം പോകുന്ന ഒരു രംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എങ്ങോട്ടോ പോവുകയാണ്. ആ താഴ്വരയിൽ ഒരു ഉമ്മയും ഒരു പിഞ്ചു കുഞ്ഞും മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന് ഹാജറ ബീവി ചോദിക്കുന്നു. പലതവണ ചോദിക്കുന്നു. വീണ്ടും അവർ തന്നെ പറയുന്നു, ഇങ്ങനെ പോകാൻ അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്? അല്ലാഹു അമറഹാദ, ഞങ്ങളെവിടെ ആക്കിയിട്ട് പോവാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടോ എങ്കിൽ ഇതൻ ലൈ യുബയ്യിഅന അല്ലാഹ്, അങ്ങനെയാണെങ്കിൽ പടച്ചവൻ ഞങ്ങളെ കൈവിടുകയില്ല, പടച്ചവൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന ഒരു ധൈര്യത്തിന്റെ വാക്കാണ് ആ ഉമ്മ മാതാവ് അവിടെ നൽകിയത്. അപ്പോൾ ആരും താമസിക്കാനില്ല, സഹായിക്കാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനാളില്ല, കേൾക്കാനാളില്ല. എന്നിട്ട് പോലും ഒരു ഉമ്മയുടെ മനസ്സിലുണ്ടായ ഈ ധൈര്യം, അല്ലാഹുവിന് വേണ്ടിയാണ് ആ കാര്യം ചെയ്യുന്നത് എങ്കിൽ പിന്നെ പടച്ചവൻ നമ്മളെ കൈവടിയുന്ന പ്രശ്നമേ ഇല്ല എന്ന ഈ ധൈര്യമാണ്. ഇത് തന്നെയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്കും ഉണ്ടാവേണ്ടത്.
കുടുംബത്തിലാവട്ടെ, മക്കളിലാവട്ടെ, നമ്മുടെ സമൂഹത്തിലാവട്ടെ, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാവട്ടെ, എല്ലാ സന്ദർഭത്തിലും അള്ളാഹു എന്നെ കൈവടിയുകയില്ല എന്നത് ഈമാനിന്റെ ഭാഗമായിട്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളുടെ ഭാഗമായിട്ട് വരുമ്പോൾ മാത്രമേ അതിന് കൂടുതൽ സ്വാധീനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ട് ജീവിതം നിറക്കുവാനും അപ്പോൾ മാത്രമേ മനസ്സ് രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള നല്ല ചിന്തയിൽ ഭക്തി ഒരിക്കലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിന് എല്ലാ അർത്ഥത്തിലും സമർപ്പിക്കുന്ന മനസ്സുമായി, പകരം എല്ലാ കാര്യങ്ങൾക്കും എവിടെയും നമ്മളോടൊപ്പം അള്ളാഹു ഉണ്ടാകും എന്ന പ്രതീക്ഷയിലും ജീവിക്കുവാന് നമ്മളെ സ്വയം പാകപ്പെടുത്തുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവണം. والعاقبة للمتقين نصلي ونسلم على نبينا محمد وعلى آله وصحبه أجمعين. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ ഈ സംരക്ഷണ ഉത്തരവാദിത്വം നമ്മളെ അവന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു നൽകുന്ന സംരക്ഷണം വളരെ വിലപ്പെട്ടതാണ്. ആരാധനാ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടത് നമ്മൾ അറിയുന്നത് പോലെ നമസ്കാരമാണ്. നമസ്കാരത്തെ പറ്റി ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ മറുഭാഗത്ത് അദ്ദേഹം ചേർത്ത് പറഞ്ഞത് ഈ പറയുന്ന അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിക്കേണ്ട സംരക്ഷണത്തെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു നമസ്കാരവും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. നിർബന്ധമായ ഒരു നമസ്കാരവും ഉപേക്ഷിക്കാനേ പാടില്ല. അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം അവൻ നിർത്തിവെച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്നും അവൻ മുക്തനായി കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ സംരക്ഷണം ദിമ്മത്തുള്ള എന്നത് ഒരു വലിയ സംഗതിയാണ്. എല്ലാ സന്ദർഭത്തിലും ദീനിൽ ആ കാര്യം പറയുന്നുണ്ട്. ഇവിടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമായതുകൊണ്ട് അതിലേക്ക് ചേർത്തി പറഞ്ഞിരുന്നേ. അപ്പൊ ആരാധനകൾ നമസ്കാരമായാലും നോമ്പാണെങ്കിലും സകാത്താണെങ്കിലും മറ്റു ആരാധനകൾ പുണ്യകർമ്മങ്ങൾ ഒക്കെയാണെങ്കിലും അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ്, ഒരു ബോധ്യം എന്താണ്? ഞാൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാകുന്നു എന്നാണ്. നമ്മളുടെ വീട് വളരെ ബന്ധവസ്ഥായ ഒരു വീട്. ആ വീട്ടിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി, പരിരക്ഷയ്ക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ മതിലൊരുക്കിയിട്ടുണ്ട്. അത് ചാടി കടക്കാൻ പറ്റുകയില്ല. ഒരു ചെറിയ ജീവി അകത്ത് വന്നാൽ പോലും അതിനെ ഒപ്പിയെടുക്കാൻ വലിയ ക്യാമറകൾ കണ്ണു തുറന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് എന്തോ ഒരു സുരക്ഷിതത്വത്തിന്റെ കുറവ് അനുഭവപ്പെടുന്നില്ലേ? മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ചെയ്താൽ പോലും എന്തിന്റെയെങ്കിലും ഒരു കുറവ് നമ്മയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആ കുറവ് നികത്താൻ ആർക്കും സാധിക്കുകയില്ല, പടച്ച തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോഴും ഫഖദ് ബരിഅത്ത് മിൻഹു ദിമ്മത്തുള്ള അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ മറ്റെന്തെല്ലാം ഭൗതിക സംവിധാനങ്ങൾ ഉണ്ടായാലും അയാൾക്ക് ആവശ്യമായ സുരക്ഷ എപ്പോഴെങ്കിലുമൊക്കെ പാളിപ്പോകും, എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടപ്പെടും. ആ നഷ്ടം ഒഴിവാക്കാനാണ് നമ്മൾ പറഞ്ഞ അള്ളാഹുവിന് സർവസ്വവും സമർപ്പിക്കുക എന്ന രൂപത്തിൽ ഈമാനെ വളർത്തിയെടുത്ത് ശക്തമാക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റൊന്ന്, നമുക്ക് സംരക്ഷണത്തിനെ പറ്റിയുള്ള ഈ ശൂന്യത അനുഭവപ്പെടാൻ കാരണം
ഞാൻ ഒരിക്കലും സുരക്ഷിതനല്ല എന്ന ഒരു തോന്നലുണ്ടാവാൻ കാരണം ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളാണ്. അനിശ്ചിതത്വം എന്തുണ്ടാകും, എങ്ങനെയുണ്ടാകും എന്നത് ആർക്കും ഉറപ്പു പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ധാരാളം അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. മരിക്കുന്നത് വരെയും ഈ അനിശ്ചിതത്വത്തെ ഭേദിച്ച് കടക്കാനും അല്ലാഹു കൂടെ ഉണ്ടാവണം എന്നത് ഉറപ്പാണ്. നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നുവെങ്കിൽ, വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കാനിരിക്കുന്നുവെങ്കിൽ അത് 8-9 മാസം മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരാള് മരിക്കുന്നത് 8-9 സെക്കൻഡ് മുമ്പ് പോലും നമുക്ക് അറിയുക സാധ്യമല്ല. അത്രയും അനിശ്ചിതത്വത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മുടേത് എന്ന് പറഞ്ഞ് നമ്മൾ വാരിക്കൂട്ടുന്ന നമ്മളുടെ സമ്പത്തും ശേഖരങ്ങളും ഡെപ്പോസിറ്റുകളും ജോലിയും എല്ലാം അതൊക്കെ ഈ പറഞ്ഞ പോലെ അനിശ്ചിതത്വത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഈ പറഞ്ഞതൊന്നും നമുക്ക് ലഭിക്കുകയില്ല. അവസാനമായി അല്ലാഹുവിന്റെ വിധി നമ്മിൽ പൂർണ്ണമായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മളെ വെള്ള പുതപ്പിക്കുന്ന 2-3 കഷ്ണം തുണിയും നമ്മളെ താഴ്ത്തി വെക്കുന്ന 5-6 അടി മണ്ണും മാത്രമായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ ജീവിതമുള്ളുവെങ്കിൽ നമ്മളുടെ പ്രവചനശേഷിയും അറിവുകളും കഴിവുകളും ഒക്കെ ഇത്രയും ബാലിശമാണ് എങ്കിൽ അതിനപ്പുറത്ത് നമുക്ക് എപ്പോഴും താങ്ങായി നിൽക്കുന്ന, ആശ്രയമായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലും സംരക്ഷണം നഷ്ടപ്പെടുകയില്ല എന്ന ഉറപ്പ് ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഈ ദിമ്മത്തുള്ള അള്ളാഹുവിന്റെ സംരക്ഷണ കരാറാണ് നമ്മൾ പാലിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. അത് എപ്പോഴും ജീവിതത്തിൽ വളരെ സജീവമായി ലൈവായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഈമാനും ഇസ്ലാമും ആരാധനകളും മറ്റു എന്തെല്ലാം പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നുണ്ടോ അവയെല്ലാം ഒന്നിനൊന്ന് തിളക്കമുണ്ടാകുകയും അവയൊക്കെ നമുക്ക് തണൽ വിരിക്കുന്ന, ആശ്വാസം നൽകുന്ന, മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന രൂപത്തിൽ വരുത്താവും ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത്തരത്തിലുള്ള ഉയർന്ന ചിന്തയിലേക്ക് ഈമാനികമായി വളർന്നു വരുവാനും ഉള്ള ഈമാനും അമലുകളും ധാരാളമായി ശക്തിപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മയെല്ലാം അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിൽ, ഈമാനിന്റെ നല്ല നിറവിൽ അല്ലാഹു നമുക്ക് നൽകുന്ന ഈ പ്രത്യേകമായ സംരക്ഷണത്തിൽ കഴിയുവാൻ നമ്മയും നമ്മുടെ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ നീ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണമേ. ധാരാളമായി അമലുകൾ ചെയ്യുവാനും നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളായി ഇവിടെ ജീവിക്കുവാനും സ്വർഗത്തിന്റെ അവകാശികളായി നിന്നെ കണ്ടുമുട്ടുവാനും നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. നമ്മുടെ മാതാപിതാക്കൾക്കും കഴിഞ്ഞുപോയ സഹോദരി സഹോദരന്മാർക്കുമെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചികിത്സയിൽ എത്തുന്ന ധാരാളം പേരുണ്ട്. ഒരാൾ മെഡിക്കൽ കോളേജിൽ വളരെ അത്യാസന്ന നിലയിൽ കിടക്കുന്നുണ്ട്. അതുപോലെ ഉംറക്ക് പോയിട്ട് മക്കയിൽ അസുഖമായി ആശുപത്രിയിൽ കഴിയുന്ന മറ്റൊരു സുഹൃത്തുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും അവരുടെ അസുഖങ്ങൾ ഭേദമാക്കുകയും ആരോഗ്യത്തോടു കൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.